Hello, good evening. Good evening, everyone. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റിയ, ഞാൻ തൃശ്ശൂരാണ് എൻ്റെ പ്ലേസ്. വിംബിൾ അക്കാഡമിയിലെ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിലെ 19th ബാച്ച് മെമ്പറാണ്. റൈറ്റ് നൗ ഞാൻ MA സൈക്കോളജി കംപ്ലീറ്റഡ് ആണ്. സോ കൗൺസിലിംഗ് ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കർ ആവാനുള്ള ഒരു ജേണിയിലാണ്. ഓക്കെ, വിംബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് ഇന്ന് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് അവരുടെ ആശയം പങ്കുവെക്കാനുള്ള ഒരു വേദിയാണ് വിംബിൾസ് അക്കാഡമി ഇന്ന് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ട്രെയിൻ ദ ട്രെയിനർ എന്ന പ്രോഗ്രാമിൽ വരാൻ എന്തായിരുന്നു കാരണം, എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒരു ആളുകളോട് സംസാരിക്കാൻ യാതൊരുവിധ ഭയം തോന്നാറില്ല. പക്ഷേ പബ്ലിക് സ്പീക്കിങ്ങിലോട്ട് വരുമ്പോൾ, ഒരു ക്രൗഡിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ആളുകളോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനുവേണ്ടി എന്തെല്ലാം മാറ്റങ്ങൾ എന്നിൽ വരുത്തേണ്ടതുണ്ട് എന്നൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് വിംബിൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്തത്. ഫൈസൽ സാറിന്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ ക്ലാസ്സുകൾ എനിക്ക് ലഭിച്ചു. നമ്മുടെ ആശയങ്ങളെ എങ്ങനെ വ്യക്തമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാം, ചിന്തകൾ എങ്ങനെ മറ്റുള്ളവരിലോട്ട് എത്തിക്കാം എന്നതിനെ കുറിച്ച് വളരെ നല്ല ക്ലാസ്സുകൾ വിംബിൾ അക്കാഡമിയിൽ നിന്ന് ലഭിച്ചു. കൂടാതെ പ്രാക്ടിക്കൽ ക്ലാസ്സസും വിംബിൾ അക്കാഡമി തരുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്, ഇന്നത്തെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് സ്റ്റെഫി മാം ആണ്. മാം സർട്ടിഫൈഡ് മെഡിറ്റേഷൻ ട്രെയിനർ ആൻഡ് ഹോളിസ്റ്റിക് ഹീലർ ആണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാമിന്റെ ക്ലാസ് കൂടാൻ നമുക്ക് ഇന്ന് ഭാഗ്യം ലഭിച്ചു. ഫേസസ് ഓഫ് മെഡിറ്റേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് മാം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്റ്റെഫി മാമിനെ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നിങ്ങളെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റെഫി മാമിനെ ഞാൻ ക്ഷണിച്ചോളൂ കേട്ടോ. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ആദ്യം തന്നെ റിയ മാമിന് എൻ്റെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഇൻട്രോ തന്നതിന് മാമിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. അപ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. അതിനു മുന്നേ വിംബിൾ അക്കാദമിയിലെ ട്രെയിൻ ദ ട്രെയിനർ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിൽ 19th ബാച്ചിലെ മെമ്പറാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വിംബിൾ അക്കാദമിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. മാം പറഞ്ഞതുപോലെ എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ്. കറന്റ്ലി ഒരു മെഡിറ്റേഷൻ ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒപ്പം EFT പ്രാക്ടീഷണർ ആണ്. നമ്മുടെ ഓൺലൈൻ ആയിട്ട് ഒരു വെൽനസ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹോളിസ്റ്റിക് വെൽനസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു വെൽനസ് കമ്മ്യൂണിറ്റി ആണ്. ആൻഡ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെഡിറ്റേഷൻ എന്താണ്, അതിന്റെ ഫേസസ് എന്താണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റക്കായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആക്ച്വൽ ഒരു റെമഡി മെഡിറ്റേഷനിൽ അവൈലബിൾ ആണോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ആൻഡ് ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പെർമിഷൻ തരികയാണെങ്കിൽ ഈ ഒരു ജേർണിയിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ട്രെയിനർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ ഉണ്ടായിരുന്ന ചില സാഹചര്യങ്ങളെ പറ്റി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Can I start? Yes, ma'am. ആക്ച്വലി എനിക്കിപ്പോ 26 years ആയി. 20 yearsൽ എൻ്റെ മാരേജ് കഴിഞ്ഞു. ആൻഡ് വിത്തിൻ 1 yearൽ തന്നെ കൺസീവ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ലൈഫിന്റെ മറ്റൊരു ദിശയിലേക്ക് ലൈഫ് പോയത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 1 year കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഇനീഷ്യൽ സ്റ്റേജിൽ മോന്റെ പ്രഗ്നൻസിയിൽ ആദ്യത്തെ സമയങ്ങളിലെല്ലാം വളരെ എൻജോയ് ചെയ്തിട്ട് വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടായിരുന്നു ഞാൻ ആ ഒരു പ്രഗ്നൻസി ജേർണി ആസ്വദിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിന്റെ എൻഡിങ്ങിലേക്ക് എത്തിയപ്പോൾ BP എനിക്കൊരു വില്ലനായിട്ട് മാറി. BP കൂടിയതിനെ തുടർന്നിട്ട് സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് വരാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് എമർജൻസി ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്തു. കൂടാതെ ഹോസ്പിറ്റലുകാരുടെ ചില അശ്രദ്ധകൾ എനിക്ക് കൂടുതൽ
വേദനകൾ, പല രീതിയിലുള്ള വേദനകൾ അവിടെ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു BP ഇഷ്യൂസിന് പുറമെ. അതുകൊണ്ട് തന്നെ BP അൺകൺട്രോളബിൾ ആയിട്ട് കൂടുകയും ഇഞ്ചക്ഷൻ ഹൈ ഡോസിൽ എടുക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. ഒരു 15 ഡേയ്സിൽ ഹോസ്പിറ്റലിൽ തന്നെ ഒബ്സർവേഷനിൽ കിടന്നു. അതിനുശേഷം വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ആയിട്ട് വീട്ടിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും മറന്നുപോയിട്ട് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. നമ്മളിപ്പോ വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണല്ലോ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്റെ കാര്യത്തിൽ അത് അവിടെ നിന്നില്ല. പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയുണ്ടായി. ഇവിടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫെമിലിയർ ആയിരിക്കും. അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയാം, അപ്പൊ എന്തായിരുന്നു സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലാവും. ആക്ച്വലി നമ്മുടെ കുഞ്ഞിനോടും പാർട്ട്ണറോടും ഒരു വലിയ രീതിയിലുള്ള ഹേറ്റ്രഡ് എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ വരിക, നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്തു എന്നുള്ള ഒരു തോന്നൽ വരിക. ചുറ്റുപാടുമുള്ള എല്ലാവരും നമ്മളെ ഹാം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം മോശമായിട്ട് തോന്നുക എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ. ആൻഡ് അഗ്രസീവ് ആയിരുന്നു. ദേഷ്യം വരുന്ന സമയത്ത് ഒന്നും ചിന്തിക്കാനുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല. കൂടാതെ രാത്രി ഉറക്കം ഉണ്ടായിരുന്നില്ല, ഇല്യൂഷൻസ് വരുമായിരുന്നു. അതുപോലെ ഫിസിക്കലി ഒരുപാട് റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. വെയിറ്റ് ഒരു 118 കിലോളം ബോഡി വെയിറ്റ് കൂടി. കൊളസ്ട്രോൾ വന്നു. ഫാറ്റി ലിവർ 3rd ഗ്രേഡ് ആയിരുന്നു. അതുപോലെ തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, PCOD. കൂടാതെ ഇതിനൊക്കെ പുറമെ ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ട്രോക്കും വന്നു. അതോടുകൂടി ചുരുക്കത്തിൽ പറഞ്ഞ ഫിസിക്കൽ ഹെൽത്തും കയ്യിൽ നിന്ന് പോയി, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തും പോയി. റിലേഷൻഷിപ്പും കംപ്ലീറ്റ്ലി ബ്രോക്കൺ ഡൗൺ ആയി. ഫൈനാൻഷ്യലിയും ഒരുപാട് ഹോസ്പിറ്റൽ മെഡിസിൻ ഇത് തന്നെ ആയതുകൊണ്ട് ഫൈനാൻഷ്യലി ഒരുപാട് ക്രൈസിസിലായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തും എന്തു പറ്റിയെന്ന് വെച്ചാൽ ഇതിങ്ങനെ റൺ ചെയ്ത് പോവാണ്. ഓരോ ദിവസം, ചില ദിവസം അബ്നോർമൽ ആയിരിക്കും, ചില ദിവസം നോർമൽ ആയിരിക്കും. പക്ഷെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മൂമെന്റ് എന്റെ ലൈഫിൽ ഉണ്ടായി. അവിടെ നിന്നാണ് ആക്ച്വലി ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ശരിക്കും ഇപ്പോഴും ആലോചിക്കുമ്പോഴും വളരെയധികം വേദനയാണ് മനസ്സിന്. കാരണം എന്താണെന്ന് വെച്ചാല് എന്റെ മോനായിരുന്നു മെയിൻ ആയിട്ട് എന്റെ ഈ ഒരു അഗ്രസീവ്നെസ്സിന് ഇരയായിട്ടുണ്ടായിരുന്നത്. അപ്പോ ദേഷ്യം വരുന്ന സമയത്ത് അവനെ തല്ലാൻ പോലും മടിക്കാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു ദിവസം ഹസ്ബൻഡ് ആണ് എന്നോട് ഈ കാര്യം ഷെയർ ചെയ്യുന്നത്. നീ ഇങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് കുഞ്ഞിനെ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊരു ബോധവും ഇല്ല എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതിൽ കുറെ പാരന്റ്സ് ഉണ്ടാവും അല്ലെ? നമ്മുടെ മക്കള് ഏറ്റവും കൂടുതൽ സേഫ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ആരുടെ കയ്യിലാ? ആരുടെ കയ്യിലാ? എനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുമായിരുന്നു, എന്റെ കയ്യിൽ എന്റെ കുഞ്ഞ് ഒട്ടും സേഫ് അല്ലായിരുന്നു. ഒരമ്മ അത് തിരിച്ചറിയുന്ന ഒരു സമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഈ ഭൂമി അങ്ങ് പിളർന്ന് താഴ്ന്നു പോയെങ്കിലോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ 2 ഓപ്ഷനാണ് എന്റെ മുന്നിലുള്ളത്. ഒന്നുകില് ജീവിതത്തോട് എന്നേക്കുമായിട്ട് തോറ്റു കൊടുക്കുക, അവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്റെ ലൈഫിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക. അല്ലെങ്കിൽ തോറ്റു കൊടുക്കാതെ ഒരു ലാസ്റ്റ്, എന്തായാലും നമ്മൾ ഇത്രയും എത്തിയില്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കുക. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോ എന്തുകൊണ്ട് അവന് ഒരു നല്ല അമ്മയായ, ഒരു ഹീൽഡ് ആയിട്ടുള്ള ഒരു അമ്മയായിട്ട് മാറിക്കൂടാ എന്നുള്ള ഒരൊറ്റ ചിന്തയുടെ പുറത്താണ് ഞാൻ എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ആദ്യത്തെ ദിവസങ്ങളെല്ലാം എക്സ്ട്രീംലി ഹാർഡായിരുന്നു. പക്ഷെ മനസ്സിൽ ഒരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഇനി ഒന്നുകിൽ റിക്കവറി അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ്. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ 21 ദിവസം ആ സമയത്ത് ഞാൻ കമ്പാനിയനായിട്ട് എന്റെ കൂടെ കൂട്ടിയ 2 കാര്യങ്ങൾ. ഒന്ന്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ആൻഡ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ഓഫ് മെഡിറ്റേഷൻ. അതിന് കൃത്യമായിട്ടൊരു ഗൈഡൻസ് ആവശ്യമാണ്. അതില് ന്യൂട്രീഷന് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാനിയനെ കണ്ടെത്തി. എന്റെ 2 കോച്ചസ്, അവരെ ഞാനിപ്പോ നന്ദിയോട് കൂടിയിട്ട് ഓർക്കുകയാണ്. ഹെർബലൈഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ന്യൂട്രീഷൻ കമ്പനിയുടെ അവരുടെ വെൽനസ് കോച്ചസ് ആയിരുന്നു. അവർ തന്ന ഇമോഷണൽ സപ്പോർട്ട്, അതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. ആൻഡ് മെഡിറ്റേഷന് ഒരു മെന്ററെ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തു.
ആ ഒരു ഹീലിംഗ് ടൈമില് കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുത്തെങ്കിലും നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഇടയായി. ഓരോ മന്ത് കഴിയുന്ന സമയത്തും വിസിബിളി ചേഞ്ചസ് വന്നത് എന്റെ ക്യാരക്ടറിലായിരുന്നു. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് എന്റെ ഹസ്ബൻഡിനാണ്. ആളാണ് ക്യാരക്ടർ വൈസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ചേഞ്ചസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഈ ഒരു പ്രൊഫഷനോടുള്ള പാഷൻ എന്നിൽ ബിൽഡ് ആയത്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഹീലായി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാ, അല്ലെങ്കിൽ ഇത്രയും ബ്ലെസ്സിങ് കിട്ടിയിട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് വെച്ചിരുന്നു കഴിഞ്ഞാല് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സ്വാർത്ഥി ആരാന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയേണ്ടി വരും അല്ലെ. അതുകൊണ്ട് എനിക്ക് എന്താണോ റിക്കവറി ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ആ രീതിയിൽ തന്നെ മൂവ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മെഡിറ്റേഷൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. ഇതാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു നിങ്ങൾ കേട്ടതിന്. ആൻഡ് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം അല്ലെ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ജസ്റ്റ് ഒന്ന് കണ്ണടിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കേട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ മൈൻഡ്. അപ്പൊ ഒന്ന് കണ്ണടിച്ചേ. ഓക്കെ, ജസ്റ്റ് ടേക്ക് എ ഡീപ് ബ്രീത്ത്. നിങ്ങളുടെ മൂക്കിലൂടെ ആശ്വാസം ഉള്ളിലേക്ക് എത്തുന്നതും തിരികെ നിശ്വാസം പുറത്തേക്ക് പോകുന്നതും മാത്രം ഒരു മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ മൂക്കിലൂടെ ആ ഒരു തണുത്ത നേർത്ത ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് സ്ലോലി എക്സേൽ. Take another deep breath. Slowly exhale. Once more. Take a deep breath. Breathe out. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഓക്കെ, റിലാക്സ് അല്ലേ? നമുക്ക് സെഷനിലോട്ട് കടന്നാലോ? ഓക്കെ, അപ്പോ ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. നമ്മൾ മെഡിറ്റേഷനെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ. നിങ്ങളുടെ അഭിപ്രായത്തില് നിങ്ങൾ മെഡിറ്റേഷനെ പറ്റി എന്താണ് കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താണ് മനസ്സിലായത് എന്നുള്ളത് ഒന്ന് പറയാമോ? മനസ്സിനെ ശാന്തമാക്കും. എക്സാക്ട്ലി, കോൺസെൻട്രേഷൻ കൂടും. ഓക്കെ, ഫൈൻ. നമ്മുടെ ബ്രീത്തും ഇമോഷനും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്. നമുക്ക് കുറച്ചും കൂടി ഡീപ്പ് ആയിട്ട് നോക്കാം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രാക്ടീസ് ഓഫ് ട്രെയിനിങ് ദ മൈൻഡ് ടു ബി സ്റ്റിൽ, പ്രസന്റ്, aware about the thoughts going through. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മുടെ മനസ്സിനെ കാം ആക്കാനും നിശ്ചലമാക്കാനും അതുപോലെ തന്നെ പ്രസന്റിലേക്ക് നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ ഒക്കെ മാറ്റി ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള വറീസും മാറ്റി പ്രസന്റിലേക്ക് കൊണ്ടുവരാനും അതുപോലെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നിയന്ത്രിക്കാനുമായിട്ട് സഹായിക്കുന്ന ഒരു പ്രാക്ടീസ്. ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ അല്ലെങ്കിൽ തിങ്ക് ഡീപ്ലി എന്നാണ് അതിന് അർത്ഥം വരുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ഡീപ്പായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാല് ഇറ്റ്സ് എ ജേർണി ടു സീക്കിംഗ് അവർ ട്രൂ വേർഷൻ ഓർ അവർ ഇന്നസെന്റ് വേർഷൻ, അവർ കാം നേച്ചർ. ആൻഡ് ഈ ഒരു ജേർണിയിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും അധികം ഇന്നസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം കാം ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ തന്നെ ഒരു വേർഷനെയാണ്. ആ ഒരു ജേർണിനെയാണ് ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും ചെറിയ മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാറുണ്ടല്ലേ, നിഷ്കളങ്കരാണ് അവർ, ഇന്നസെന്റ് ആണെന്ന് പറയാറുണ്ട്. ഒരിക്കൽ നമ്മളും ഇതുപോലെ ആയിരുന്നു അല്ലെ, നമ്മളും ഇതേപോലെ ഇന്നസെന്റ് ആയിരുന്നു. Then what happened to us? നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴികളിൽ എവിടെയല്ലോ നമുക്ക് സ്കാർസ് വന്നു അല്ലെ.
അപ്പോ ആക്ച്വലി നമ്മളുടെ ഉള്ളിലെല്ലാം ആ ഒരു ഇന്നസെന്റ് വേർഷൻ ഉണ്ട്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദേ ഓൾ ആർ ബോൺ വിത്ത് പ്യോർ സോൾ. എല്ലാവരും പ്യോർ ആൻഡ് ഇന്നസെന്റ് ആണ്. ബട്ട് ഏതെല്ലോ സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട നമ്മളെ റീഗെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ജേണിയുടെ മെയിൻ പർപ്പസ്. ആൻഡ് നമ്മൾ പറയാറുണ്ട് മെഡിറ്റേഷൻ ഈസ് എ സ്പിരിച്വൽ ആക്ടിവിറ്റി എന്ന് പറയാറുണ്ട് അല്ലെ? ഈ സ്പിരിച്വാലിറ്റിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയാറ്. സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ആക്ച്വലി തോന്നുന്നത്? പറയാവോ ആരെങ്കിലും? നമ്മളെ തന്നെ അറിയുന്ന ഒരു സ്റ്റേറ്റ്. ഓക്കെ, അത് പറഞ്ഞപ്പോ ഞാനത് ചോദിക്കാൻ റീസൺ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാനൊരു ക്ലയന്റിന് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഈ സെയിം ചോദ്യം ഞാൻ അവരോട് ചോദിച്ചപ്പോ അവരെന്റെ അടുത്ത് പറഞ്ഞ ആൻസർ ഇങ്ങനെയാണ്: ഈ കാഷായ വേഷമൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ആൾക്കാരല്ലേ ഈ സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാർ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഇവിടെ ഉൾപ്പെടുത്താനുള്ള ഒരു റീസൺ. ചിലവർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം. ആക്ച്വലി റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ മുന്നിൽ ഒരാള് സങ്കടത്തോടെ വരുന്ന സമയത്ത് ആ സങ്കടം മനസ്സിലാക്കാനും ഒരു വ്യക്തി നമ്മളെടുത്ത് സന്തോഷം പങ്കുവെക്കുന്ന സമയത്ത് അവരുടെ കൂടെ സന്തോഷിക്കാനും ഉള്ളു തുറന്ന് സംസാരിക്കാനും നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് തിരിച്ചറിയാനും കഴിയുന്ന ആ ഒരു അവസ്ഥയാണ് യഥാർത്ഥമായിട്ടുള്ള സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മെഡിറ്റേഷന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നവര്? ഓക്കെ, ഫൈൻ. മെഡിറ്റേഷൻ പറഞ്ഞോളൂ. മാമിന്റെ പേഴ്സണൽ സെഷൻ അഡ്മിഷൻ അത് പറയണോ? ഞാൻ അല്ലെങ്കിൽ ചെയ്യില്ല, ഇപ്പൊ എടുത്തിട്ടുണ്ടായതിനു ശേഷം ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ മെഡിറ്റേഷൻ ചെയ്തിട്ട് പല ടൈപ്പിൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാതെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെ? പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ പലപ്പോഴും എത്ര സമയം നമ്മൾ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. വൈ ദിസ് ഹാപ്പൻ? ബിക്കോസ് നമ്മുടെ പീപ്പിൾസിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടണം അല്ലെ? അതുകൊണ്ട് മെഡിറ്റേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഉള്ള പ്രാക്ടീസസ് ആണ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ നോക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അങ്ങനെയെങ്കിൽ ഈ ഒരു ജേണി നമ്മുടെ ലൈഫിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ എസെൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പെന്നോ പേപ്പറോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കാം. എസെൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിയലൈസേഷൻ. സെക്കൻഡ് വൺ അണ്ടർസ്റ്റാൻഡിങ്. തേർഡ് വൺ ആക്സെപ്റ്റൻസ്. ഫോർത്ത് വൺ കറക്ഷൻ. മെഡിറ്റേഷൻ ജേണിയിൽ ഉടനീളം നമുക്ക് ഈ ഒരു എസെൻസ് ആവശ്യമാണ്. റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. പറയാം. റിയലൈസേഷൻ, രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡിങ്, മൂന്നാമത്തേത് ആക്സെപ്റ്റൻസ്, 4 കറക്ഷൻ. Fourth one please. കറക്ഷൻ. Okay. അപ്പോ ബിഫോർ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മളെ പ്രിപ്പയർ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യമുണ്ട്, ബോത്ത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഇമാജിനേഷനിൽ ഒരു റൂം കൊണ്ടുവരാം, ഒരു മുറി. ഓക്കെ, ആ മുറിയുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്: വളരെ മെസ്സി ആയിട്ട് കിടക്കുകയാണ്. കുറെ ഫേർണിച്ചർ, ക്ലോത്ത്സ്, ബുക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
ആ റൂമിലുണ്ട്, പക്ഷെ ഇതൊന്നും ഓർഗനൈസ്ഡ് അല്ല, എല്ലാം അവിടെ ഇവിടെയും ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഒരു പുതിയൊരു ഫേർണിച്ചർ നമ്മുടെ കണ്ണിൽ പെടുകയാണ്. വളരെയധികം റെയർ ആയിട്ടുള്ള ഒത്തിരി ഭംഗിയുള്ള ഒരു ഫേർണിച്ചർ. നമ്മളത് നല്ല വില കൊടുത്തു മേടിച്ചു. ഓർക്കണം, നല്ല വില കൊടുത്തിട്ടാണ് നമ്മളത് മേടിക്കുന്നത്. കൂടാതെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് ഈ ഫേർണിച്ചർ ആ മുറിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇതും പർച്ചേസ് ചെയ്തിട്ട് മുറിയുടെ മുന്നിൽ എത്തിയിട്ട് നോക്കുന്ന സമയത്ത് ഇത് വെക്കാൻ സ്ഥലമില്ല അല്ലെ? ഇനി അതിനിടയ്ക്ക് ഈ ഒരു ഫേർണിച്ചറും കൂടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓൾറെഡി മെസ്സി ആയിട്ടുള്ള റൂമാണ്, അതിനിടയ്ക്ക് ഈ ഫേർണിച്ചറും കൂടി കൊണ്ടുവച്ചാലോ എന്തായിരിക്കും ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? അവിടെ സ്ഥലം ഉണ്ടാവൂല. കൂടുതൽ മെസ്സി ആയിട്ട് തോന്നും അല്ലെ നമുക്ക്? അപ്പോ നിങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം? എന്തായാലും നമുക്ക് ആ ഫേർണിച്ചർ അവിടെ കൊണ്ടുവച്ചേ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? അത്യാവശ്യമില്ലാത്ത കാര്യം അപ്പോൾ ആ റൂം ആദ്യം ക്ലീൻ ചെയ്യാൻ നോക്കും. എക്സാക്ട്ലി, അതാണ് ആൻസർ. കറക്റ്റ്, പെർഫെക്റ്റ്. അതായത് നമുക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ അവിടെ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് തുടങ്ങും അല്ലെ? അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം. നമ്മൾ പല രീതിയിലുള്ള മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാറില്ല. ചില മോട്ടിവേഷൻ സ്റ്റോറീസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാറുണ്ട്, നമ്മൾ വളരെയധികം ഇൻസ്പയർ ആവാറുണ്ട്, വളരെയധികം മോട്ടിവേഷൻ ആവാറുണ്ട്. പക്ഷെ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് നമ്മൾ കേട്ട ആ ഒരു സ്പീച്ച് എത്ര വാല്യുബിൾ ആണെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു എനർജി ഒക്കെ ഡ്രെയിൻ ആയി പോകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് വാല്യുബിൾ അല്ലാത്തത് കൊണ്ടാണോ? ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ? ആക്ച്വലി ആ ഒരു കാര്യത്തിനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്ഥലം നമ്മുടെ ഉള്ളിലില്ലാത്തതാ പ്രശ്നം. അപ്പോ നമ്മൾ ഒരു പുതിയ കാര്യത്തിന്, ഇപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പുതിയൊരു സ്പിരിറ്റിനെ അല്ലെങ്കിൽ ആ ഒരു എനർജിയെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ അതിനെ സ്വീകരിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയലാണ്. അതാണ് ഞാൻ പറഞ്ഞ റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് പോസിബിൾ കറന്റ്ലി? ഇനി അങ്ങനെയല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്താണ് നമുക്ക് അവിടുന്ന് എടുത്തു മാറ്റേണ്ടത്, പ്രധാനപ്പെട്ടതല്ലാത്തത് എന്തൊക്കെയാണ്, എന്ത് ഹാബിറ്റ് ആണ്, ഏത് ഇമോഷൻ ആണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആണ് രണ്ടാമത്തെ കാര്യം. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക. നമുക്കത് വേണ്ടാത്തതാണോ എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക, ദെൻ കറക്റ്റ് ചെയ്യുക. ഓക്കെ? ആൻഡ് ഇതില് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയില് എങ്ങനെയാണ് നമുക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? ഓക്കെ, നമ്മൾ ഫൈൻ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു കാര്യം ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമ്മളെ മൈൻഡിൽ, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറായി. അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത് അറിയണ്ടേ? അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള സെഷന്റെ കോർ എന്ന് പറയുന്നത്, ഫേസസ് ഓഫ് മെഡിറ്റേഷൻ. അപ്പോ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ലെവൽ പ്രിപ്പറേഷൻ ഓർ ഫിസിക്കൽ ബോഡി പ്രിപ്പറേഷൻ, അതല്ലെങ്കിൽ വർക്ക് ഓൺ യുവർ ബോഡി. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് വർക്ക് ഓൺ യുവർ ബോഡി. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ ശരീരത്തിനെ പറ്റി ഒന്ന് പഠിക്കാനും അതുപോലെ നമ്മുടെ ശരീരത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുന്നതിന്റെ ഭാഷ എന്താണെന്ന് അറിയാവോ? എങ്ങനെയാ നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുക? അറിയില്ല. എങ്ങനെയാ ഒരു എക്സാമ്പിൾ അസ്വസ്ഥതയോ വേദനയോ ഒക്കെ തോന്നുന്നത് നമ്മളോട് സംസാരിക്കില്ലേ? അതും ശരിയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ചില ക്ഷീണമൊക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ അടുക്ക പോയപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഷുഗർ ഇങ്ങനെ ബോർഡറിലാണെന്ന് പറയും ഡോക്ടർ. ഷുഗർ ബോർഡറിലുണ്ട്, ശ്രദ്ധിക്കണേ എന്ന് പറയും. അപ്പോ അതിലൂടെ നമ്മുടെ ശരീരം പറഞ്ഞു തരുന്ന കാര്യം എന്താണ്? മക്കളെ,
പാൻക്രിയാസിന് ചെറുതായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറയും. അതുപോലെ നമുക്ക് വല്ലാത്തൊരു ക്ഷീണവും ടയേർഡ്നെസ് ഒക്കെ തോന്നുകയാണ്. നമ്മുടെ ശരീരം നമ്മളോട് പറയണല്ലേ കുറച്ച് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം, കുറച്ച് മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. ഇത് നമ്മുടെ ബോഡി നമ്മളോട് പറഞ്ഞു തരാണ് അല്ലേ. അതുപോലെ നമുക്ക് കണ്ണിന് ചെറിയ വിഷൻ ഇഷ്യൂസ് ഒക്കെ വരികയാണ്, വൈറ്റമിൻ എന്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളണേ എന്ന് നമുക്ക് ബോഡി തരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യുന്ന ഓരോ അസ്വസ്ഥതകളും. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. ചെറിയ സിംറ്റംസ് ആദ്യം തരും, നമ്മളത് ഇഗ്നോർ ചെയ്ത് വിടും. ഇച്ചിരി കൂടി വലുതാക്കി തരും, എന്നിട്ടും നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടും. അടുത്ത തവണ തരുമ്പോൾ ഇച്ചിരി കൂടി തീവ്രത കൂട്ടിത്തരും. അപ്പോഴും ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കും, ചിലപ്പോൾ മനസ്സിലാക്കും. ഇതാണ് നമ്മുടെ ബോഡിയുടെ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നവരാണല്ലേ എല്ലാവരും. ആരോഗ്യം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് ആണോ ഡെയിലി ബേസിസിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്? ആണോ? ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചായ കുടിക്കുന്നവരല്ലേ അല്ലെ? മെജോറിറ്റി ആൾക്കാരും ചായ കുടിക്കാറില്ലേ? ചായ കുടിക്കാറില്ല. പോട്ടെ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. സാമ്പാർ കൂട്ടാറുണ്ടോ? സാമ്പാർ ഉണ്ടാക്കാറില്ലേ വീട്ടില്? ഇപ്പൊ നമ്മള് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടു, എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തു. പക്ഷെ സാമ്പാർ മസാലക്ക് പകരം ചിക്കൻ മസാല ഇട്ടു. ഇപ്പൊ നമുക്ക് സാമ്പാർ കിട്ടുമോ? ഇല്ല അല്ലെ? ഇല്ല. ഇപ്പൊ ചായയുടെ കേസ് പറയുകയാണെങ്കിൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാരക്കും ഉപ്പിനും ഏകദേശം ഒരേ നിറാണല്ലേ. ഏകദേശം എന്നല്ല, എക്സാക്ട്ലി സെയിം കളറാണ്. അതുകൊണ്ട് പഞ്ചസാരക്ക് പകരം നമ്മൾ ഉപ്പെടുത്തിടുവോ? ഇല്ല. ഉപ്പിട്ടാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്താണോ നമ്മൾ ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് നമ്മൾ കൊടുക്കണ്ടേ? ഇപ്പൊ ഹെൽത്ത് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹെൽത്തിന് ഉതകുന്ന രീതിയിലുള്ള ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ എന്താണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട്? ഷോർട്ടായിട്ട് പറയാം, കുറെ കാര്യങ്ങളുണ്ട്, എന്നാലും കുറച്ച് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം. മെയിൻ ആയിട്ട് നമുക്കറിയാം ഫുഡാണ് അല്ലെ. എന്താണ് നമ്മുടെ ശരീരത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഫുഡ്? ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബോഡി സെല്ലുലാർ സിസ്റ്റം ആണ്, കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ കോശത്തിന് നീഡഡ് ആയിട്ടുള്ള ഫുഡ് എന്താണ്? കുഴിമന്തി ആണോ? ബിരിയാണി ആണോ? അല്ലേ? ബാലൻസ്ഡ് ഡയറ്റ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ആ ഒരു ടേം? സെല്ലുലാർ ന്യൂട്രീഷൻ. സെൽസിന് ആവശ്യം എന്താണ്? സെല്ലുലാർ ന്യൂട്രീഷൻ ആണ്. അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ മെഡിസിൻ വഴിയും മറ്റും ആ കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാട്ടർ ആണ്. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ. ഇൻപുട്സ് ആണ് പറയുന്നത്. ആദ്യം ഫുഡാണ്, അതിൽ സെല്ലുലാർ ന്യൂട്രീഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സെക്കൻഡ് വൺ വാട്ടർ. കീപ് യുവർ ബോഡി ഓൾവേസ് ഹൈഡ്രേറ്റഡ്. ഓക്കെ. തേർഡ് വൺ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ ചിന്തിക്കേണ്ട, നമ്മൾ ശ്വസിക്കാതെയാണോ ജീവിക്കുന്നത് എന്നല്ല അതിനർത്ഥം. എന്താണെന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഓക്സിജൻ സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഓവർലോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത്, എക്സോസ്റ്റഡ് ആവുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ബ്രെയിനിലെ 2 സെഗ്മെന്റ് ഉണ്ട് എന്നറിയാലോ. ബ്രെയിനിന്റെ 2 സെഗ്മെന്റ്സ് ഉണ്ട്, ഒന്ന് ലോജിക്കും ഒന്ന് ഇമോഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പല സിറ്റുവേഷൻസ് കൊണ്ട്, സ്ട്രെസ് കൊണ്ടൊക്കെ തന്നെ ഓക്സിജൻ സപ്ലൈ കുറയും. അപ്പോ ഇതിനെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാണായാമ എന്ന് കേട്ടിട്ടുണ്ടോ? അനലോം വിലോം എന്ന് പറയും. ഓൾട്ടർനേറ്റീവ് നോസ്ട്രിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് കേട്ടിട്ടുണ്ടാവില്ലേ? കേട്ടു. അപ്പോ അതുവഴി നമുക്ക് നമ്മുടെ ഓക്സിജൻ സപ്ലൈ ഫിൽ ചെയ്യാൻ പറ്റും. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് റെസ്റ്റ് ആൻഡ് എക്സസൈസ്. പ്രോപ്പർ ആയിട്ട് 6 to 8 hours റെസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഒരു
ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി ബേസിസിൽ. ഈ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഇൻപുട്ടുകൾ കറക്റ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മെഡിറ്റേഷന്റെ ആദ്യത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫിസിക്കലി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമ്മളെ ബോഡിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കറന്റ്ലി, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, ഒരുപാട് മെഡിസിൻ എടുത്തിട്ടും നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടാത്ത എന്തെങ്കിലും പ്രോബ്ലം നമ്മുടെ ഉള്ളിലുണ്ടോ, ഉണ്ടെങ്കിൽ ഫസ്റ്റ്ലി ഫിസിക്കലി നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഈ ഒരു ഭാഗം ക്ലിയർ ആണോ? ഫിസിക്കൽ പ്രിപ്പറേഷൻ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ മാം. അപ്പൊ നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് പോയാലോ? ഓക്കെ മാം. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് വർക്ക് ഓൺ യുവർ മൈൻഡ് അല്ലെങ്കിൽ ഇമോഷണൽ ലെവൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ 7 ചക്രാസ് അല്ലെങ്കിൽ 7 എനർജി പോയിന്റ്സ്. ചക്രാസിന്റെ നെയിമും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നതിനേക്കാളും ഇമോഷൻസ്, അതിന് പിന്നിലുള്ള ഇമോഷൻസിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഞാൻ പറയുന്ന ഓരോ ഇമോഷൻസും കടന്നു പോകുന്ന ഓരോ ചക്രാസിലും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ചക്ര എന്ന് പറയുന്നത് റൂട്ട് ചക്രയാണ്. അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനിന്റെ ഏറ്റവും താഴെയായിട്ട് ബേസ് ഓഫ് സ്പൈൻ ആണ്, പേര് റൂട്ട് ചക്ര. ഓക്കെ, ഇത് നമുക്ക് എൻഷുവർ ചെയ്യുന്നത് സേഫ്നെസ് ആണ്. നമ്മളൊരു സേഫ് ആയിട്ട് ഫീൽ ചെയ്യുക, ഗ്രൗണ്ടഡ് ആയിട്ട് നമുക്ക് തോന്നുക, അത് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുക. അതാണ് ബാലൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഇംബാലൻസ് ആയവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ചക്രാസില് റൂട്ട് ചക്ര ഇംബാലൻസ് ആയവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതില് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദേ ഫേസ് ഫിയർ, ആൻസൈറ്റി, ഇൻസെക്യൂരിറ്റി, ഫൈനാൻഷ്യൽ സ്ട്രെസ്, അതുപോലെ ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ഓർ അൺസേഫ്. ഒന്നും കൂടി പറയാം, ഫിയർ, ആൻസൈറ്റി, ഇൻസെക്യൂരിറ്റി, ഫൈനാൻഷ്യൽ സ്ട്രെസ്, അൺസേഫ്നെസ്. ഓക്കെ, അതുപോലെ ഫിസിക്കലി അവർക്ക് ഇതൊക്കെ ഇമോഷണലി ഫീൽ ചെയ്യുന്നതാണ്. ഫിസിക്കലി അവർക്ക് ഫീൽ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ട്രീറ്റ്മെന്റ് എടുത്താലും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് വരിക, പൈൽസ്, പിസ്റ്റുല, ഇതൊക്കെ പോലെയുള്ള ഇഷ്യൂസ് വരിക. എത്രയൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും അത് മാറാത്തൊരു സിറ്റുവേഷൻ. ഇനീഷ്യലി ഇത്തരം ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം. എടുത്തിട്ടും നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇഷ്യൂ ഫിസിക്കലി അല്ല, ഇമോഷണലി എന്തോ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. സോ ഇവരുടെ ക്യാരക്ടറിലുള്ള മെയിൻ ആയിട്ടുള്ള ചില പ്രത്യേകതകൾ പറഞ്ഞുതരാം. ഓക്കെ, ഈ റൂട്ട് ചക്ര ഇംബാലൻസ് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ അൺനെസസറി ആയിട്ട് മറ്റുള്ളവരുടെ ഇഷ്യൂസിനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മളുടെ അടുത്ത് ഒരു വ്യക്തി ഒരു പ്രശ്നം പറയുന്ന സമയത്ത് അവർക്ക് നമുക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കാം. പക്ഷെ ആ ഒരു പ്രോബ്ലത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു ഇഷ്യൂ ആണ്. ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് ഗോസിപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗോസിപ്പേഴ്സ് എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ പറ്റി ഗോസിപ്പ് പറയാ എന്ന് തന്നെയാണ് അർത്ഥം. അത്തരത്തിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ പേഴ്സണെ ഒരു ഗാർബേജ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഗാർബേജിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഡംപ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പോ ഗോസിപ്പ് കളക്ട് ചെയ്തിട്ട് ഈ പറയുന്ന വ്യക്തിയിൽ അത് ഡംപ് ചെയ്ത് കൊടുക്കുക. ഈ വ്യക്തി എന്ത് ചെയ്യില്ല, ഫിയർ കൊണ്ടോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് കിട്ടുന്നതൊക്കെ സേവ് ചെയ്ത് വെക്കും, എല്ലാം റിസീവ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രശ്നങ്ങളെക്കാളും പുറമെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു സേഫ്നെസ് ഒരിക്കലും ഫീൽ ചെയ്യില്ല, ഫിയർ ആയിരിക്കും, അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഡിസ്കംഫർട്ടബിൾ. ഓക്കെ, ഇപ്പൊ റൂട്ട് ചക്ര ഇംബാലൻസ് ആവുന്നതിന്റെ കാര്യങ്ങളെ പറ്റി ഏകദേശം കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സേക്രൽ ചക്ര അഥവാ സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയും.
നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചക്രയാണ്. നെയിം ഒന്നുകൂടി പറയാം. സെക്കൻഡ് വൺ സേക്രൽ ചക്ര, സേക്രൽ സ്വാധിഷ്ഠാന ചക്ര. ഓക്കെ, നമ്മുടെ നേവൽ പൊസിഷനിൽ വരുന്ന ഒരു ചക്രയാണ്. മെയിൻ ആയിട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ബാലൻസ് ആയിരിക്കുന്നവരിലുള്ള പ്രത്യേകത അവരുടെ ഐഡന്റിറ്റി അവര് ആക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും, സെൽഫ് വേർത്തി പീപ്പിൾസ് ആയിരിക്കും, കൂടാതെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസ് ആയിരിക്കും. അവരുടെ ഐഡന്റിറ്റിയിൽ അവര് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും, ലൈഫിന്റെ പ്ലഷേഴ്സിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും, ഈ പറയുന്ന രീതിയിൽ ബാലൻസ് ആയവർ. അങ്ങനെയെങ്കിൽ ഇംബാലൻസ് ആയിട്ടുള്ള സേക്രൽ ചക്രയില് ഇംബാലൻസ് ആയ ആളുകളെ എങ്ങനെ തിരിച്ചറിയും? ഫസ്റ്റ് വൺ, they feel guilty, shame, lack of creativity, excessive addiction, especially in the case of sexuality. Okay, then relationship issues, reproductive organ related ആയിട്ടുള്ള issues, both male and female. ഇവരുടെ ഒരു ക്യാരക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ സെൽഫ് വർത്ത് ആയിരിക്കും. അവരുടെ ഐഡന്റിറ്റിനെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തങ്ങളുടെ ജീവിതത്തില് പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഹലോ, ഓക്കെ. അവരുടെ ക്യാരക്ടർ വൈസ് നോക്കുന്ന സമയത്ത് ലോ സെൽഫ് വർത്ത് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. എന്ന് മാത്രമല്ല, അൺഎബിൾ ടു ആക്സെപ്റ്റ് ദെയർ സെൽഫ്. പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില എന്തെങ്കിലും ഇഷ്യൂസുമായിട്ട് ഇപ്പോഴും ഗിൽട്ട് ഫീൽ ചെയ്തിട്ട് റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും യൂസ് ചെയ്യുന്നതായിട്ട് ഉള്ള ഒരു ടെൻഡൻസി ഉള്ളവരാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഒളിച്ചോട്ടം. അത്തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളവരാണ് സേക്രൽ ചക്ര ഇംബാലൻസ് എന്ന് നമ്മൾ യൂഷ്വലി പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോളാർ ഫ്ലെക്സ് ചക്ര. തേർഡ് വൺ സോളാർ ഫ്ലെക്സ് ചക്ര. സ്റ്റൊമക്കിലാണ് ഇത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റൊമക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചക്ര വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അസിഡിക് നേച്ചർ ഉണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന H2SO4 hydrochloric acid. Yes. In meditation, we call that ജഡയഗ്നി. സിമിലർ തന്നെ. അഗ്നിയുടെ ഈ ആസിഡിന്റെ പ്രത്യേകത എന്താണ്? അത് ഡൈജഷന് സഹായിക്കുന്നു, അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. ഇവിടെ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്ന കൺസെപ്റ്റിൽ തന്നെ. ഇത് ഡയറക്ട്ലി കണക്റ്റഡ് ടു സൺ. സൂര്യോദയത്തോടു കൂടി നമ്മുടെ ഈ ഒരു HCl ആക്ടിവേറ്റ് ആകുന്നു. അതുപോലെ തന്നെ അസ്തമയത്തോടു കൂടി അതിന്റെ പ്രവർത്തനം ഓൾമോസ്റ്റ് ഷട്ട് ഡൗൺ ആകുമെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഫുഡിന്റെ ആ ഒരു ഇൻടേക്ക് ടൈമിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. പ്രോപ്പറായിട്ട് ഡൈജഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ, ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുള്ള സമയത്ത് കഴിക്കണം എന്ന് പറയാറുണ്ട്. രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ലളിതമായിട്ടും ന്യൂട്രീഷ്യസ് ആയിട്ടും കഴിക്കണം എന്ന് പറയുന്നതിന്റെ റീസൺ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ അടുപ്പ് കത്തിക്കുന്നവര് ഉണ്ടാവില്ലേ, അടുപ്പ് കത്തിക്കുന്ന ലേഡീസ്, നമ്മൾ എങ്ങനെയാ കത്തിക്കുക? ആദ്യം ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെച്ചിട്ട് പതുക്കെയാണ് കത്തിക്കുക അല്ലെ. ആ കത്തി പിടിക്കുന്ന സമയത്ത് നമ്മൾ വലിയ കാര്യങ്ങൾ അവിടെ ഇട്ട് കഴിഞ്ഞാല് അത് കത്തുവോ? ഇല്ല, കെട്ടുപോകും അല്ലെ. ഇതുപോലെയാണ് നമ്മുടെ സ്റ്റൊമക്കിന്റെ കാര്യവും പറയുന്നത്. കാരണം ആ ഒരു ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ട് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കുക. ആൻഡ് ലഞ്ച് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഡിന്നർ എഗെയിൻ വളരെ ലൈറ്റ് ആയിട്ട് കഴിക്കുക. ഇതാണ് അതിന്റെ ഒരു കണക്ക് പറയുന്നത്. ആൻഡ് ഇവിടെ ഫിസിക്കലി അവർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവും. കൂടാതെ ഇമോഷണലി
അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം? ലോ സെൽഫ് കോൺഫിഡൻസ്. മോസ്റ്റ് ഓഫ് ദ ലേഡീസ് ഫേസ് ഈ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണ്. അവരുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വളരെ കാലങ്ങളായിട്ട് അവര് സ്റ്റൊമക് അപ്സെറ്റ് ഫീൽ അനുഭവിക്കുന്നവരാണ്. ആൻഡ് അവരുടെ അടുത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദേ സപ്രസ് മെനി ഇമോഷൻസ്. ഒരുപാട് രീതിയിലുള്ള ഇമോഷൻസിനെ ഡെയിലി ബേസിസിൽ സപ്രസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട്. ആൻഡ് ദ റീസൺ ഫോർ ദാറ്റ്, മെയിൻ ആയിട്ട് ആ ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഭക്ഷണം, അതിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തത് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, സ്വന്തം തന്നെ ബ്ലെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, നമ്മളെ വാല്യൂ കൊടുക്കാതിരിക്കുക, നമ്മുടെ ഫീലിങ്സിന്, നമ്മുടെ ഇമോഷൻസിന് നമ്മൾ തന്നെ വാല്യൂ കൊടുക്കാതെ ഒരു സപ്രസിങ് ഫീലിൽ നമ്മളെ റൺ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് 4th വൺ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്, ഹാർട്ട് ചക്ര. ഹാർട്ട് ചക്ര എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ചക്രകളും ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവും. ഇറ്റ്സ് ഡീൽ വിത്ത് ലവ്, കമ്പാഷൻ, അതുപോലെ എംപതി, സിമ്പതി, ഇതിനൊക്കെ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട് ചക്രയാണ്. ഇത് ബാലൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു സിറ്റുവേഷൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണമെന്ന് തോന്നുന്നില്ല. ദേ ആർ വെരി കാം ആൻഡ് ലവബിൾ പേഴ്സൺ, കെയറിങ്, ഇതൊക്കെ നമുക്ക് പറയാം. ഇംബാലൻസ് ആയിരിക്കുന്നവരിൽ കാണുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഫസ്റ്റ്ലി, ഹൈ കൊളസ്ട്രോൾ. കൊളസ്ട്രോളിന്റെ 2 റീസൺസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഭക്ഷണം, രണ്ടാമത്തേത് നമ്മിൽ ഉണ്ടാവുന്ന എക്സസീവ് സ്ട്രെസ്. ഇത് രണ്ടുമാണ് നമുക്ക് കൊളസ്ട്രോൾ കൂട്ടുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള വിലൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഹാർട്ട് റിലേറ്റഡ്. കൊളസ്ട്രോൾ കൂടുന്നത് കൊണ്ട് തന്നെ ഹാർട്ട് ഇഷ്യൂസ് കൂടുതലായിരിക്കും, റിസ്ക് കൂടുതലാണ്. നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, ചെസ്റ്റ് ടൈറ്റ്നെസ്, ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഫിസിക്കലി ഫീൽ ചെയ്യുന്ന കാര്യം. ഒന്നും കൂടി പറയാം, ഹൈ കൊളസ്ട്രോൾ, ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, ചെസ്റ്റ് ടൈറ്റ്നെസ്. ഓക്കെ, ഇമോഷണലി ഫീൽ ചെയ്യുന്നത് അൺഏബിൾ ടു ഫോർഗിവ് ഓർ ഫോർഗോട്ട്. നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന പല അനുഭവങ്ങളെ മറക്കാനോ പൊറുക്കാനോ സാധിക്കാത്തത്. ഡിഫിക്കൽറ്റി ഇൻ റിസീവിംഗ് ഓർ ഗിവിംഗ് ലവ്, ഫീലിംഗ് ഓഫ് ഹേറ്റ്രഡ്, ജലസി, ഫിയർ ഓഫ് റിജക്ഷൻ. ഒരു മിനിറ്റ്. ഇമോഷണലി വരുന്ന പ്രശ്നങ്ങളാണ് ഒന്ന് അൺഏബിൾ ടു ഫോർഗിവ്, ക്ഷമിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. രണ്ടാമത്തത് ഡിഫിക്കൽറ്റി റിസീവിംഗ് ഓർ ഗിവിംഗ് ലവ്, ഫീലിംഗ് ഓഫ് ഹേറ്റ്രഡ് ഓർ ജലസി. ഓക്കെ, ഇത്തരത്തിലുള്ള എന്ത് രീതിയിലുള്ള ഇമോഷൻസ് ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ അത് ഉണ്ട് എങ്കിൽ there is a possibility for blockages. മേ ബി നമുക്കിപ്പോ ഒരു ഹേറ്റ്രഡ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബൗണ്ടറീസ് കടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ നമ്മുടെ ബൗണ്ടറീസ് കടക്കുമ്പോൾ നമ്മളിൽ വരുന്ന ഒരു ഫീലിങ്സ് ആണ്. ഈ ഒരു ഹേറ്റ്രഡ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി ഒരു വ്യക്തിയോട് എന്ന് കരുതുക. ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി എന്ന് വിചാരിച്ച് ആ പേഴ്സണെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പകരം ആ ഇമോഷൻ നമ്മുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ ബിഫോർ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഹാർട്ട് ചക്ര ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ത്രോട്ട് ചക്രയാണ്. കൂടുതലൊന്നും അതിൽ പറയാനില്ല, നമ്മുടെ സ്പീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉള്ളു തുറന്ന് സത്യസന്ധമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്ന അവസ്ഥ. അത് പറ്റാതെ നമുക്ക് നമ്മുടെ ആശയങ്ങളെ പുറത്തേക്ക് പറയാനായിട്ട്, ചിലപ്പം സത്യസന്ധമായ കാര്യമായിരിക്കും, പക്ഷെ നമുക്ക് പുറത്തേക്ക് തുറന്നു പറയാൻ പേടിയായിരിക്കും. നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുവോ, നമ്മൾ
തെറ്റിദ്ധരിക്കപ്പെടുവോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയാതിരിക്കുക. ഈ ഒരു ത്രോട്ട് ചക്ര പ്രശ്നം വരുന്നതിന്റെ റീസൺ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആകുന്നത് കൊണ്ടാണ്. നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും, നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആവുന്നതാണ്. അപ്പൊ കറക്ഷൻ കൊടുക്കേണ്ടത് അവിടെയാണ്. ഓക്കെ, 6th വൺ എന്ന് പറയുന്നത് തേർഡ് ഐ ചക്രയാണ്. അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഇമോഷൻസ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇൻറ്റ്യൂഷൻ, പർപ്പസ് ഓഫ് ലൈഫ്. മാഡം 6th ചക്രയുടെ പേര് ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? തേർഡ് ഐ ചക്ര. ആറാമത്തത് മാത്രം അതിന്റെ പേര് തേർഡ് ഐ ചക്ര. തേർഡ് ഐ ഓ എന്താണ്? യെസ് യെസ്, നമ്മുടെ ഉബ്രോസിന്റെ മിഡിലായിട്ടാണ് അതിന്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ പറയുന്ന കേട്ടല്ല, സ്റ്റക്ക് ആയതുപോലെ തോന്നുന്നു, മുന്നോട്ടുള്ള വഴിയൊന്നും തിരിയുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്ന് പറയാറുണ്ട്. അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ബ്ലോക്ക് എവിടെയാണ്? തേർഡ് ഐയിലാണ്. ബിക്കോസ് ഇലൂഷൻ, നമുക്ക് പല രീതിയിലുള്ള ഇല്ലൂഷൻസിൽ നമ്മൾ അകപ്പെട്ടു പോവാണ്. മേ ബി ഈ ഏർത്തിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ എന്താണ് നമ്മുടെ പർപ്പസ് മറന്നിട്ട് നമ്മൾ അതിൽ അഡിക്റ്റഡ് ആയി പോകുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ മനസ്സിലാവുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. സ്റ്റക്ക് ആവുക ലൈഫിൽ. അങ്ങോട്ട് നമുക്ക് ജോബിലായിക്കോട്ടെ, എന്ത് കാര്യത്തിൽ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, നമുക്ക് മുന്നോട്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ സ്റ്റക്കായി പോവുക. ആൻഡ് ലാസ്റ്റ് വൺ ക്രൗൺ ചക്ര, അതായത് നമ്മുടെ ഹെഡിന്റെ ഏറ്റവും ടോപ്പില് ആണ് അതിന്റെ ഒരു ലൊക്കേഷൻ പറയുന്നത്. ഈ ഒരു ഏർത്തിൽ നമ്മുടെ എക്സിസ്റ്റൻസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. നമ്മൾ എപ്പോഴും ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ എന്താണ് ഒന്നിനോടൊരു സാറ്റിസ്ഫിക്കേഷൻ ഇല്ലാതെ ഇങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് ഈ ക്രൗൺ ചക്രയിൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഉള്ള ലൈഫിൽ നമ്മൾ ഒട്ടും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാതെ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മൂവ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഈ ഒരു സെക്കൻഡ് ഫേസിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ പേഴ്സണും അവരുടെ ലൈഫിൽ കടന്നു വന്നിട്ടുള്ള അവസ്ഥകളും എക്സ്പീരിയൻസും വേദനകളും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. എനിവേ അവർക്ക് കറക്ഷൻസ് വരുത്തേണ്ടത്, എവിടെയാണ് അവർക്ക് പ്രോബ്ലംസ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ആ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലംസിനെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് അവരുടെ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യാനും അതിനുശേഷം കറക്ഷൻസ് വരുത്താനുമാണ് ഈ സെക്കൻഡ് ഫേസ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോ ചക്രയും ബേസ് ചെയ്തിട്ടുള്ള ഇമോഷൻസ് ഒന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഇഷ്യൂസ് എവിടെയാണെന്ന് റിയലൈസ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആൻഡ് നമ്മൾ റിയലൈസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നം ചെയ്യുക, മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ സെക്കൻഡ് ഫേസിൽ ചെയ്യുന്നത്. മെഡിറ്റേഷന്റെ 2 ഫേസ് പറഞ്ഞു, ഫിസിക്കലി അതുപോലെ ഇമോഷണലി. ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് തേർഡ് ഫേസ്. നമ്മൾ തിരഞ്ഞു വന്ന ആ ഒരു അൾട്ടിമേറ്റ് പീസ് അല്ലെങ്കിൽ ആ ഒരു സമാധാനം, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന മെഡിറ്റേഷന്റെ ഫ്രൂട്ട് നമുക്ക് കിട്ടുന്ന ഫേസ് എന്ന് പറയുന്നത് തേർഡ് ഫേസ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസ് പേഷ്യൻസോടെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് ഈ തേർഡ് ഫേസ്. ഓക്കെ, എത്രമാത്രം മുന്നോട്ട് നിങ്ങൾക്ക് ലോങ് സ്റ്റേ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഇമോഷണലി അതുപോലെ തന്നെ ഫിസിക്കലി സ്പിരിച്വലി
നിങ്ങൾ മോർ ആൻഡ് മോർ പവർഫുൾ ആവും. എത്രമാത്രം ലോങ് ആസ് യു ക്യാൻ സ്റ്റേ വിത്ത് ദിസ്, അതായത് ഈ ഒരു തേർഡ് ഫേസിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമോ, അത്രമാത്രം ഇന്റർണലി എക്സ്റ്റേണലി നിങ്ങൾ പവർഫുൾ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിട്ട കൊണ്ടുവരിക. ഓക്കെ, അതുപോലെ ഓരോ ദിവസവും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുക്കുക. ഓരോ പുതിയ ദിവസവും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുക്കുക. അതുപോലെ നമ്മുടെ ഇന്നർ പീസിനെ ട്രിഗർ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്ന നെഗറ്റിവിറ്റീസിൽ നിന്ന് മാറി നടക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഈ നമ്മളിപ്പോ കടന്നു വന്ന ഓരോ ചക്രാസിനെയും ബാലൻസ് ചെയ്യാനുള്ള പ്രത്യേകം മെഡിറ്റേഷൻസ് ഉണ്ട്. ഇമോഷൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള പല ടെക്നിക്കുകൾ ഉണ്ട്. അതൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ലൈഫിന്റെ ആ ഒരു അൾട്ടിമേറ്റ് പേർപ്പസ് കണ്ടുപിടിക്കും. ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ, പേഷ്യൻസോട് കൂടിയിട്ട് ഓരോ ഫേസും കംപ്ലീറ്റ് ചെയ്യും. ഫിസിക്കൽ ഫേസ് കംപ്ലീറ്റ് ചെയ്യുക, ദെൻ ഇമോഷണലി നിങ്ങൾക്കുള്ള പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യുക. ആഫ്റ്റർ യുവർ തേർഡ് ഫേസിലേക്ക് എത്തുക, ദെൻ സ്റ്റേ ഓൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ബാറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് എപ്പോഴും ആരടുത്തായിരിക്കണം? നമ്മുടെ ഫൈറ്റിംഗ് ആരടുത്താണ്? നമ്മളോട് തന്നെ. നമ്മളോട് തന്നെ. പറഞ്ഞോളൂ. സെൽഫിനോട് തന്നെ ഫൈറ്റിംഗ് വേഴ്സസ് മീ, അതായിരിക്കണം നമ്മുടെ ആ ഒരു മോട്ടോ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും സമയം കേട്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. ആൻഡ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന വിംബിൾ അക്കാദമിയോടും ഫാക്കൽറ്റീസിനോടും അതുപോലെ ഇൻട്രോ പറഞ്ഞ റിയ മാമിനോടും ആൻഡ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത ഞങ്ങളുടെ മാസ്റ്റർ ഫൈസൽ സാറിനോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. താങ്ക് യു മാം. താങ്ക് യു സെഷൻ മാം. ആയിരുന്നു. കിട്ടുമല്ലോ അല്ലേ? ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടുമോ? കിട്ടും. റെക്കോർഡ് ഗ്രൂപ്പിൽ അയക്കും, സെൻഡ് ചെയ്യും. ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. മാത്രമല്ല അത് അവതരിപ്പിച്ചതും വളരെ ഉഷാറായി, വളരെ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് പറഞ്ഞു തന്നു. നമ്മിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലായിരുന്നു അവതരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതെ, നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് എന്ന് പറയുമ്പം ഞാന് ചിന്തിച്ചത്, ഒന്നാമത് നമ്മുടെ നിസാബ് സാർ, അതേപോലെ നമ്മുടെ പിന്നെ വർഷ മാം, പിന്നെ നമ്മുടെ സജിന മെമ്പരൊക്കെ എടുക്കുന്നത് അത് അതേ രൂപത്തിൽ തന്നെ നല്ല ആക്റ്റീവായിട്ട് ചെയ്തു. കാരണം നമ്മൾ ഇരുന്ന് പോവുകയാണ് അറിയാതെ തന്നെ. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. ആ രൂപത്തിലുള്ള നല്ല ക്ലാസ് ആയിരുന്നു. അടിപൊളി. താങ്ക് യു മാം. എനിവേ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നമ്മുടെ 19th ബാച്ചിലെ ഏതായാലും ജാസ്മീമ ഒരു കാര്യം പറയട്ടെ. ജാസ്മീമ ഇതിന് ഒരുങ്ങിയതിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാനും ഇതൊക്കെ പറ്റുന്നുണ്ട്. കാരണം നമ്മള് പലതിലും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരെ ഇതിൽ നിന്ന് കിട്ടുമ്പം നമുക്ക് അത് നമ്മളതിൽ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളതിൽ തന്നെ നമുക്ക് കുറെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് കിട്ടുമ്പോൾ. പക്ഷെ നമുക്കൊരു ടൈം ഇല്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. എന്തായാലും ടൈം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. താങ്ക് യു മാം. താങ്ക് യു റസിയ മാം. അപ്പോ നമ്മുടെ 19th ബാച്ചിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് സ്റ്റെഫി മാം. ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിവിടെ മൾട്ടി ടാസ്കിങ് ആയിരിക്കും. വേറെ ഒരുപാട് സ്റ്റുഡൻസിന് മറുപടി കൊടുക്കുക, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളായിട്ടായിരിക്കും നമ്മളിവിടെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ തന്നെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഞാൻ കേട്ടിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും കേട്ടിരിക്കാൻ കഴിയാറില്ല. അതാണ് നമ്മുടെ ഒരു മെയിൻ പ്രശ്നം. ഇവിടെ ഞാൻ മാമിന്റെ ആ ഒരു റിയൽ ലൈഫ് ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞല്ലോ.
സത്യത്തിൽ ഈ പറഞ്ഞ മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് പഠിച്ചിട്ട് വന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ മെഡിറ്റേഷൻ ആയാലും മറ്റു. പക്ഷെ ആദ്യം പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്കാരി അനുഭവിച്ച എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ ഷെയർ ചെയ്തത്. അതുപോലെ ആ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ ഇപ്പൊ ആർക്കും എന്തും പഠിച്ച് എവിടെയും എത്താൻ ട്രെയിനർ ആവാം, കോച്ചാവാം, എന്തോ ആവാം. പക്ഷെ ഇത്രയും നടുവിൽ നിന്നിട്ട് എന്റെ ലൈഫ് ഇനി 2 ഓപ്ഷനാണ് പറഞ്ഞത്. ഒന്നുകിൽ തീർക്കുക, അല്ലെങ്കിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഓവർകം ചെയ്ത് വന്നു എന്നുള്ളത് മാത്രമല്ല, ഇത്രയും വലിയ വെയിറ്റ് 110 എത്ര കിലോ ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു വെയിറ്റ് ആണ്. അത്രയും വെയിറ്റിൽ ഒരു ലേഡി മെന്റലി ഫിസിക്കലി വീക്കായി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും പതിയെ പതിയെ മുന്നോട്ട് വരിക, പിന്നെ മറ്റുള്ളവർക്ക് തന്നെ പോലെ വിഷമം അനുഭവിക്കുന്നവർക്ക് ഒരു സൊല്യൂഷനായി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവരനുഭവിച്ചതിന്റെ ആ പുറകിലുള്ള ആ ഒരു ഇത് നമുക്ക് കേട്ടിരിക്കുമ്പോൾ ഒരു സ്റ്റോറി, ഒരു കഥ. പക്ഷെ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ആ ഒരു പ്രോബ്ലത്തിന്റെ ആ ഒരു തീവ്രത മനസ്സിലാവുള്ളൂ. എനിവേ മാമിന്റെ വാക്കുകളിൽ നിന്ന് അതെല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നോളജ് അബൌട്ട് മെഡിറ്റേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും കുറെ കൂടി നമുക്ക് ഡീപ്പായിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എനിവേ ക്ലാസ്സിന്റെ അവതരണം, അതുപോലെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സ് എല്ലാം സൂപ്പർ ആയിരുന്നു. അതുപോലെ വോയിസ് മോഡുലേഷൻ ഒക്കെ ഗുഡ് ആയിരുന്നു. നല്ല അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ തന്നെ ഇവിടെ കുറെ നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിവേ റെക്കോർഡും കൂടി കണ്ടിട്ട് നമുക്ക് ഇനിയിപ്പോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്റ്റെഫി മാമിന്റെ അടുത്ത് തന്നെ ഞാൻ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ നമ്മളുടെ സ്റ്റുഡൻസിൽ നിന്ന് നമുക്ക് പലതും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഇവിടെ ഈ വെമ്പിളിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ പറ്റി. ഇപ്പൊ സ്റ്റെഫി മാം തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും നമുക്കൊരു ഡൗട്ട് വരുന്ന സമയത്ത് ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇവരോട് പോവാം. അതുപോലെ വേറെ ഒരു ടോപ്പിക്കായിട്ട് വന്നവർക്ക് അതിൽ കോച്ചായിട്ടുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓടിപ്പോയി അവരുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഈ വിമ്പിളിൽ ഈ ഒരു ഇതിൽ വന്ന നമുക്ക് ഒരുപാട് ട്രെയിനേഴ്സ് വെവ്വേറെ നിഷ് മാർക്കറ്റുമായിട്ട് വന്നവരാണ്. അപ്പൊ ഇതെല്ലാം കൂടി ഒരു കുടക്കീഴിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, എന്ത് സംശയം ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവ് വൈബാണ്. ഒരാൾക്ക് ഇപ്പൊ സ്റ്റെഫി മാമിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് സ്റ്റെഫി മാമിന് ചിലപ്പോൾ കണ്ടില്ല, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടുത്ത ട്രെയിനർ അവിടെ അവൈലബിൾ ആണ്, അവര് അതിന് മറുപടി പറയാണ്. അപ്പോൾ അത്രയും നല്ലൊരു വിമ്പിളിന് അത്രയും നല്ലൊരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ വിമ്പിൾ അക്കാഡമിയുടെയും അതുപോലെ തന്നെ ഫൈസൽ സാറിന്റെയും നമ്മൾ ഓരോരുത്തരുടെയും വിജയമാണത്. എനിവേ താങ്ക് യു മാം. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളായിട്ട് വരിക. അതുപോലെ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഏകദേശം അറൌണ്ട് 57 മെമ്പേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് പലരും പോയത്. ഏകദേശം 40 എബോ ഇവിടെ ഉണ്ടായിരുന്നു, സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നു. എനിവേ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും, ഇതുവരെ കേട്ടിരുന്നവർക്കും, അതുപോലെ ഡൗട്ടുകൾ ചോദിച്ചവർക്ക്, അതുപോലെ ഫീഡ്ബാക്ക് പറഞ്ഞവർക്കും, നമുക്ക് ക്ലാസ് എടുത്ത സ്റ്റെഫി മാമിനും ഒക്കെ നന്ദി അറിയിക്കുന്നു. ഫൗസിയ റൈസ്ഡ് ഹാൻഡ്, എന്തെങ്കിലും ചോദിക്കാണ്ടോ? മാം, ഇപ്പോ ഇതിന്റെ മെഡിറ്റേഷനെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് തന്നല്ലോ. ഇനി ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് കിട്ടാൻ വഴിയുണ്ടോ? അതായത് ഇപ്പൊ മാം പറഞ്ഞ രീതിയിൽ നമുക്ക് മാമിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണം, കുറെ കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് മാമിനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. നമ്പറൊക്കെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആരിലൂടെയാണോ ഇതിലേക്ക് വന്നത് അവരോട് ചോദിക്കാം. ഓക്കെ, നമുക്ക് ടൈം ഒരുപാട് ഓവർ ആയിട്ടുണ്ട്. എന്തായാലും 1 hour ഒരു മടുപ്പും കൂടാതെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റിയ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് മാം ഷെയർ ചെയ്ത് തന്നു. എനിവേ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയാണ്. അപ്പോൾ ഇതിന്റെ കോഴ്സുമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കണമെങ്കിൽ മാമിന്റെ നമ്പർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താണ്. താങ്ക് യു വെരി മച്ച്.